മറ്റൊരു വാർത്തയിലേക്ക്. നെല്ല് സംഭരണം മുടങ്ങിയതിനെതിരെ വയനാട് കണ്ണിയാമ്പറ്റ കൃഷിഭവനിലേക്ക് മാർച്ച് നടത്തിയ കർഷകർ സംസ്ഥാന പാത ഇപ്പോൾ ഉപരോധിച്ചുള്ള സമരത്തിലേക്ക് കടന്നിരിക്കുന്നു. എം കമൽ വിവരങ്ങളുമായിട്ടുണ്ട്. കമൽ, ഏത് സംഘടനയുടെ കീഴിലാണ് കർഷകരുടെ പ്രതിഷേധം? വലിയ തോതിൽ ആളുകൾ സംഘടിച്ചിട്ടുണ്ടോ? അഭിലാഷ്, അത്തരത്തിലൊരു സംഘടനയോ രാഷ്ട്രീയമോ ഒന്നുമില്ലാതെ കർഷകർ നേരിട്ടെത്തിയിരിക്കുകയാണ്. അവർ നെല്ലൊക്കെ ചാക്കുകളായി ഈ കൃഷിഭവന് മുന്നിൽ കൊണ്ട് ഇറക്കിയിട്ടുണ്ട്. റോഡ് ഉപരോധം തൽക്കാലത്തേക്ക് പോലീസ് അഭ്യർത്ഥിച്ചതിനെ തുടർന്ന് അവർ റോഡിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ട്. പക്ഷേ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. ജൂൺ 30 വരെയാണ് സർക്കാരിൻ്റെ നെല്ല് സംഭരണമുള്ളൂ. പക്ഷേ വയനാട്ടിൽ നിന്ന് നെല്ലെടുക്കാൻ ഇതുവരെ സർക്കാർ തയ്യാറായിട്ടില്ല. നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം എന്താണ് പ്രശ്നമെന്നുള്ളത്. ഇതിപ്പോൾ ഇന്നില്ല കട്ട് ഓഫ് ഡേറ്റ് എന്ന് പറയുന്നത്. എന്താ നിങ്ങളുടെ പ്രതിഷേധം? അത് തന്നെ കട്ട് ഓഫ് ഡേറ്റ്. ഞങ്ങൾ കൊയ്ത് വെച്ചിട്ട് ഒരു മാസത്തിന് മേലെ 25-30 ദിവസം കഴിഞ്ഞ നെല്ലുകൾ ഇന്ന് വരെ കയറ്റാൻ വന്നിട്ടില്ല. കർഷകനെ വെറുതെ പ്രതിസന്ധിയിലാക്കുകയാണ്. ഇന്ന് ഇതുവരെ ലാസ്റ്റ് ഡേറ്റാണ്. ഇന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ നെല്ല് കയറ്റിപ്പല്ല. ഞങ്ങളിത് എന്ത് ചെയ്യണം? ഞങ്ങൾക്ക് സെപ്പറേറ്റ് അത് പറഞ്ഞു തന്നാൽ മതി. കൃഷിഭവൻ അത് പറഞ്ഞു. അത് മഴ നേരത്തെ വന്നിട്ട് പുഞ്ചകൃഷി പ്രതിസന്ധിയിലായിരുന്നു. അതിന്റെ ഇടയ്ക്കാണല്ലോ ഇത്. ഇത്രയും ഞങ്ങൾ ദുരിതം തരണം ചെയ്തത് കൊയ്ത് കയറ്റി വെച്ച് ഞങ്ങൾ അത്രയും എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഈ സമയത്ത് പണിക്കാരെ കിട്ടാനില്ല. ഈ കൊയ്ത്ത് വണ്ടി വരുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടി ചെയ്യുന്നതും. അതും ഈ ഇതിലെ എന്താ വെച്ചാൽ പിന്നെ വന്യമൃഗശല്യം ഇതിനെല്ലാം തരണം ചെയ്ത് മഴയുടെ ആക്കം നോക്കി വണ്ടിക്കാരെന്ന് വെച്ചാൽ തൃശ്ശൂർ പാലക്കാട് നിന്ന് വരുന്ന വണ്ടിക്കാർ അവർ ഞങ്ങളുടെ സൗകര്യത്തിന് അവിടെ നിന്ന് കൊയ്ത് തരുന്നത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇപ്പോൾ ഇത്രയും എടുക്കുന്നത്. ഈ പോക്ക് തന്നെ ഞങ്ങൾ പോവുകയാണെങ്കിൽ കൃഷിക്കാർ ഒരു കാലത്തിന് കൃഷി എടുക്കാൻ പോകുന്നില്ല. അല്ലെങ്കിലേ പുഞ്ചകൃഷി വയനാട്ടിൽ വളരെ കുറച്ച് കർഷകരല്ലേ എടുക്കുന്നു. മാത്രമല്ല ഇതെന്ന് വെച്ചാൽ ഞങ്ങൾ സപ്ലൈക്കാർക്ക് നമ്മൾ ഇത് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഈ വെള്ളം നെല്ല് എടുക്കില്ല എന്ന് ഇവർ പറയുന്നില്ല. എന്നാൽ അവർ ഞങ്ങൾ വെള്ളം നെല്ല് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൃഷി ചെയ്തത്. പിന്നെ കൃഷിഭവൻ ചെയ്യുന്ന ഏറ്റവും വലിയ മോശത്തരം എന്ന് വെച്ചാൽ ഇവിടെ വന്നിട്ട് ഞങ്ങൾ വിത്ത് നെല്ല് ചോദിച്ചാൽ ഉമ്മ തരും. ഉമ്മ നെല്ല് ആർക്കും വേണ്ട. ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യണം? ഞങ്ങളിപ്പോൾ കർണാടകയിൽ അവിടെ ഇവിടുന്ന് നെല്ല് കൊണ്ടുവന്നിട്ടാണ് ഇപ്പോൾ ഇവിടെ കൃഷി എടുക്കുന്നത് തന്നെ. അതും പിന്നെ എന്താ കാരണം? മില്ലുടമകളുടെ ഇടപെടലാണെന്നാണോ? നിങ്ങൾ മില്ലുടമകളും സപ്ലൈക്കും കൂടെ ഒത്തിട്ടുള്ള പരിപാടി. ഇപ്പോൾ അവർ പിന്നെ ഒരു കിൻഡലിന് 10 കിലോ 15 കിലോ കട്ടിങ്ങാണ് അവർ പറയുന്നത്. അങ്ങനെ കർഷകർക്ക് ഒരു 100 കിൻഡലിന് 10 കിലോ വെച്ച് കട്ടിങ് കൊടുത്ത് ഞാൻ കൃഷിക്കാരൻ പിന്നെ എന്തെങ്കിലും ബാക്കി ഉണ്ടാവുക? അഭിലാഷ്, അതാണ് ഇവരുടെ പരാതി. മില്ലുടമകളുമായി സപ്ലൈകോ ഒത്തുകളിക്കുന്നു. ഇന്ന് കഴിഞ്ഞാൽ പിന്നെ സംഭരണമില്ല. മാത്രമല്ല മെയ് അവസാനം കാലവർഷം എത്തിയതുകൊണ്ട് തന്നെ നെൽകർഷകർ വലിയ പ്രതിസന്ധിയിലായിരുന്നു. മഴ പെയ്തതോടെ കൊയ്യാനൊക്കെ ബുദ്ധിമുട്ടി. എങ്ങനെയൊക്കെയാണ് മെഷീൻ ഉപയോഗിച്ച് കൊയ്തെടുത്തത്. അതിനുശേഷമാണ് ഈ നെല്ല് സംഭരിക്കാതെ സപ്ലൈകോയും സർക്കാരും കർഷകരെ ബുദ്ധിമുട്ടിക്കുന്നത് എന്നാണ് ഇവരുടെ പരാതി. അങ്ങനെയാണ് കമലാണ് വയനാട് നിന്ന് വിവരങ്ങൾ നൽകിയത്. വലിയ പ്രതിഷേധത്തിലേക്ക് നീങ്ങുകയാണ്. ഇന്നിപ്പോൾ അവസാന തീയതിയാണ്. നെല്ല് സംഭരിക്കാനുള്ള അവസാന തീയതി ഇന്നാണ്. അപ്പോൾ വയനാട് ജില്ലയിൽ നിന്ന് നെല്ല് സംഭരിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല സപ്ലൈകോ എന്ന് പറഞ്ഞാണ് ഇപ്പോൾ ഈ പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത്. 5 കൊല്ലം കൃഷി എടുക്കാണ്ട് എല്ലാ കർഷകരും മുണ്ടാണ്ട് വീട്ടിരുന്നാൽ ആരും ഭക്ഷണം കഴിക്കില്ല. പിന്നെ ആ അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കൊണ്ടെത്തിക്കുന്നത്. ഇതിപ്പം നല്ല വയലുകളൊക്കെ ഇപ്പോൾ നമ്മൾ ഒരുപാട് പനോരം പാടശേഖര സമിതിയിലൊക്കെ നിങ്ങൾ പോയി നോക്കിയാൽ തന്നെ അറിയാം. ഒരുപാട് വയലുകൾ കൃഷി ചെയ്യാണ്ട് ഉപേക്ഷിച്ചിട്ടിരിക്കുക. എന്താ വെച്ചാൽ ആവില്ല. അത്രയും ബുദ്ധി. ഇപ്പം ഞങ്ങളെന്ന് വെച്ചാൽ പിന്നെ 1 കിലോ നെല്ല് ഉണക്കണം ഞങ്ങൾക്ക് 2.5 രൂപ ചിലവാണ്. വേറൊരു കളത്തിൽ ആശ്രയിച്ച് അവിടെ ഞങ്ങൾ ഉണക്കി പണിക്കാരെ ചിലവ് വേറെ, വണ്ടി ചിലവ് വേറെ. മഴയെ ആശ്രയിച്ച് ഒരു ദിവസം കൊണ്ട് തീരുന്ന 10 ദിവസം കൊണ്ടാണ് നമ്മൾ തീർത്തിട്ട് ഇത്രയും ത്യാഗം ചെയ്തു വെക്കുന്നത്. അതെന്തുകൊണ്ട് ഇവർ മനസ്സിലാക്കുന്നില്ല? എന്താ അവസ്ഥ? അവരെന്ന് വെച്ചാൽ കൃഷി എടുക്കുന്നത് കഴിഞ്ഞ കൊല്ലം ഒരു ബാങ്കായിരുന്നു കൊടുത്തിരുന്നത്. കേരള ബാങ്കും ഇതൊക്കെ പൈസ കൊടുത്തിരുന്നു. കഴിഞ്ഞ കൊല്ലം അവർ മാറ്റി. അത് കനറ ബാങ്കും SBI ആക്കി. അപ്പോൾ ഈ മറ്റൊരു അക്കൗണ്ട് ഇല്ലാത്തവർ മുഴുവൻ ഈ അക്കൗണ്ട് എടുക്കണം. ഈ വർഷത്തെ സംഭരണം വൈകുന്നതിന് എടുക്കാത്തതിന് എന്താ കാരണം? എടുക്കാത്ത ദിവസം ഇത് കൊയ്യാനായിട്ടില്ല. ഇനിയും കൊയ്യാൻ ഇഷ്ടം കിടക്കുന്നുണ്ട്. വണ്ടി കിട്ടുന്നില്ല. അപ്പോൾ അതിനുള്ള ഡേറ്റ് മാറ്റണം എന്നാണോ നിങ്ങൾ ആവശ്യം? ഡേറ്റ് മാറ്റണം. ഡേറ്റ് മാറ്റാണ്ട് ഒരു മാസം കൊയ്തെടുത്തവർ വരെ നെല്ലെടുത്തിട്ടില്ല. കൊയ്തത് ഒരു മാസത്തോളം ആ നെല്ല് സ്റ്റോക്ക് ചെയ്ത നെല്ലും എടുത്തിട്ടില്ല. ഈ ഈ 31 എന്നുള്ള ഡേറ്റ് നമുക്ക് ഒരിക്കലും 30 എന്നുള്ള ഡേറ്റ് നമുക്ക് കഴിയില്ല. ഇപ്പോഴും പാടത്ത് കൊയ്യാൻ ഒരു 50% നെല്ല് കൊയ്യാൻ കിടക്കുകയാണ്. അപ്പം നമുക്ക് വയനാട്ടിനെ സംബന്ധിച്ചും ഈ കാലാവസ്ഥയെ സംബന്ധിച്ചും ഈ സമയങ്ങളിൽ കൊയ്യണമെങ്കിൽ ഇനിയും ഒരു 10-15 ദിവസം കൊണ്ട് കൊയ്ത്ത് തീരുള്ളൂ. ആ നെല്ലും കൂടി സംഭരിക്കണം. ശരി, കർഷകരുടെ പ്രതിഷേധമാണ് കണ്ടത്. അവർ പറയുന്ന ഒരു കാര്യം, അവരുടെ 50% നെല്ലും ഇപ്പോഴും കൊയ്യാറായിട്ടില്ല. ഒരു 10-15 ദിവസം കൂടി അവർക്ക് വേണം. എന്നാൽ മാത്രമേ പൂർണ്ണമായും വിളവെടുക്കാൻ കഴിയൂ എന്നുള്ളതാണ് അവർ പറയുന്ന കാര്യം. പക്ഷേ ഇന്നാണ് കട്ട് ഓഫ് തീയതി. ഇന്നാണ് ഏറ്റവും അവസാന തീയതി ഇപ്പോൾ സപ്ലൈകോ പറഞ്ഞിട്ടുള്ളത്.